ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം. ഫുട്ബോളിൻ്റെ രാജാവായ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസർ വിടുമെന്ന റൂമറുകളെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി നേഷൻസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗലിനെ വിജയത്തിലേക്ക് എത്തിച്ച റൊണാൾഡോ തേരോട്ടം തുടർന്നിരുന്നു. പോർച്ചുഗലിന് തൻ്റെ കരിയറിലെ 3ാം കിരീടം നേടിക്കൊടുത്തിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതിനെ തുടർന്നുള്ള പ്രസ് കോൺഫറൻസിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ ഒരു മാറ്റവും ഇനി ഉണ്ടാകില്ല, അതായത് അൽ നാസറിൽ തന്നെ തുടരുമെന്നാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അൽ നാസറിലാകട്ടെ താരത്തിൻ്റെ കരാർ ഓൾറെഡി അവസാനിച്ചു കഴിഞ്ഞു. മെയ് 31 കൂടി താരത്തിൻ്റെ കരാർ അവസാനിച്ചു. പല റൂമറും ഉണ്ടായിരുന്ന താരം അൽ ഹിലാലിലേക്ക് പോകുന്നു, റിയൽ മാഡ്രിഡിലേക്ക് പോകുന്നു, ചെൽസിയിലേക്ക് പോകുന്നു എന്നുള്ള പല റൂമറും ഉണ്ടായിരുന്ന താരം ക്ലബ് വേൾഡ് കപ്പ് ചിലപ്പോൾ കളിച്ചേക്കുമെന്നും റൂമറുണ്ടായിരുന്നാൽ നേരത്തെ തന്നെ താരം തള്ളിയിരുന്നു, താരം ക്ലബ് വേൾഡ് കപ്പിലേക്കില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു അദ്ദേഹം അൽ നാസറിൽ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ട് അത് ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ താരം അൽ നാസറിൽ തുടരും. ഇനി എത്ര വർഷത്തേക്ക് എന്നത് മാത്രമാണ് അറിയാനുള്ളത്. നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടിൽ പ്രകാരം നിലവിൽ അൽ നാസറിന് വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ടീമിൽ തുടരാൻ അവർക്ക് അവസരം ലഭിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഓഫറിനേക്കാൾ വലിയൊരു ഓഫർ തന്നെയാണ്. 2 വർഷത്തേക്ക് കൂടി കരാറിലായിരിക്കും ചിലപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സൈൻ ചെയ്യുക. 1 വർഷമാണോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. നിലവിൽ കഴിഞ്ഞ വർഷം ക്രിസ്ത്യാനോ റൊണാൾഡോ കിട്ടിയതിനേക്കാൾ വലിയൊരു സാലറി തന്നെയായിരിക്കും ഇനിയും കിട്ടാൻ പോവുക എന്ന കാര്യം സംശയം പറയാൻ സാധിക്കും. അൽ നാസറിന് അടുത്ത വർഷം AFC ചാമ്പ്യൻസ് ലീഗ്, ക്ലബ് വേൾഡ് കപ്പ് അങ്ങനെയുള്ള ലീഗുകളൊന്നും കളിക്കാൻ സാധിക്കില്ല. എങ്കിൽ പോലും താരത്തിന് വളരെയധികം പ്ലേയിങ് ടൈമും കിട്ടും. അതുപോലെ തന്നെ ബെഞ്ചിൽ പ്ലെയർ ആയി മാറില്ല, വളരെയധികം അവസരങ്ങൾ ലഭിക്കും, ഗോളുകൾ അടിച്ചു കൂട്ടാൻ സാധിക്കും. 2026 ലോകകപ്പിൽ വേണ്ടി വലിയൊരു തയ്യാറെടുപ്പ് താരത്തിന് സൗദിയിൽ നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അൽ നാസറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തുടരുന്നത്. അദ്ദേഹത്തിന് ഒരു വലിയ മാച്ച് പ്ലഷറോ അങ്ങനെയൊന്നും തന്നെ പ്രഷർ അങ്ങനെയൊന്നും തന്നെ വരില്ല. കാരണം അദ്ദേഹത്തിന് ഫ്രീ മൈൻഡായിട്ട് ഗോളുകൾ അടിച്ചു കൂട്ടാനും വലിയൊരു പ്രാക്ടീസായിട്ടും പ്ലേയിങ്ങിൽ സ്ഥിരം കണ്ടെത്താനും ലോക ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കാനും താരത്തിന് സാധിക്കും അൽ നാസറിൽ കളിക്കുന്നത് കൂടി തന്നെ. അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസറിൽ തുടരുമെന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ട് ഫാബ്രിസോ റൊമാനോ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസറിൽ തുടരും. അടുത്ത വർഷം സൗദി പ്രോ ലീഗ് കിരീടം നേടിക്കൊണ്ട് അൽ നാസറിനെ വലിയൊരു ഉയർച്ചയിലേക്ക് എത്തിച്ച് ടീം വിടാനായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ തീരുമാനമെടുക്കുക. അപ്പോൾ കണ്ടനാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അൽ നാസറിൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ രാജാവ് സൗദിയിൽ തന്നെ തുടരും. അപ്പോൾ കണ്ടിനറിയാം എങ്ങനെയായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത വർഷം പെർഫോം ചെയ്യുക എന്നും വേൾഡ് കപ്പിൽ എങ്ങനെയായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ പെർഫോം ചെയ്യുക എന്നും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിന്ന് വയ്ക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആയിട്ട് മാത്രം പോവുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.